അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മത്തായി 10:22. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാള് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ രക്ഷകന്റെ മുഖം കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ എന്ന് സ്റ്റീഫന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ മുറിവുകളാൽ നീ രക്ഷ പ്രാപിക്കും. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും നല്ല എളുപ്പവഴി ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുക, ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ രക്തം ചിന്തുക എന്നുള്ളത് തന്നെയാണ്. നീ ശരീരത്തിൽ ഏറ്റെടുത്ത, ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത മുറിവുകളാൽ നീ രക്ഷ പ്രാപിക്കും. അങ്ങനെ രക്ഷ പ്രാപിക്കാൻ തക്കവിധം ഈശോയ്ക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സഭയിലെ ആദ്യത്തെ ഡീക്കൻ രക്തസാക്ഷിയാണ്. അവൻ മാത്രമല്ല ആ രക്തസാക്ഷിത്വത്തിന് കൂട്ടുനിന്ന സാവൂളായിരുന്ന പൗലോസ്. പീഡനമേൽക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് ജാഗ്രതയോടുകൂടി മുന്നേറിക്കൊള്ളുക. കാരണം നിങ്ങളുടെ വഴിയിൽ നിങ്ങളെയും കാത്ത് രക്ഷകനായ ഈശോ കാത്തിരിപ്പുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരാകാതെ ഈശോയ്ക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാകാം. കാരണം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, മുറിവുകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈശോയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ബീർബലിന്റെ മനോഹരമായ ഒരു കഥ നമ്മൾ കേട്ടിരിക്കും. രാജാവും ബീർബലും കൂടി കാട്ടിലൂടെ നായാട്ടിന് പോകുമ്പോൾ രാജാവ് ഒരു കുഴിയിൽ വീഴുകയും ആഴമേറിയ മുറിവുണ്ടാവുകയും ചെയ്തപ്പോൾ ബീർബൽ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഈ മുറിവ് രക്ഷയുടെ അടയാളമാണ്. ഇത് കേട്ടുകൊണ്ട് ദേഷ്യം വന്ന രാജാവ് വാളെടുത്ത് ബീർബലിനെ വെട്ടി. മുറിവേറ്റ ബീർബൽ ആ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ മുറിവും എനിക്ക് രക്ഷയുടെ അടയാളമാണ്. ഇരുവരും യാത്ര മുന്നോട്ട് തുടർന്നു. അപ്പോഴാണ് ആ കാട്ടിലെ കാട്ടാളന്മാർ രാജാവിനെയും മന്ത്രിയെയും പിടിച്ചു കെട്ടി കൊന്നു തിന്നാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജാവിൻ്റെയും മന്ത്രിയുടെയും ശരീരം പരിശോധിച്ചു നോക്കിയപ്പോൾ മുറിവുകളാൽ, ആ മുറിവിനാൽ അവര് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത്. അവരെ രണ്ടുപേരും സ്വതന്ത്രമായി കാട്ടിലൂടെ തിരിച്ച് കൊട്ടാരത്തിലെത്തുമ്പോൾ ബീർബൽ രാജാവിനോട് പറയുന്നുണ്ട്, നമ്മുടെ മുറിവുകൾ കണ്ടുകൊണ്ടാണ് അവർ നമ്മളെ വെറുതെ വിട്ടതെന്ന്, നമ്മുടെ മുറിവുകളാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ മുറിവുകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ ഈശോ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. സഹനങ്ങൾ ഈശോയുടെ സ്നേഹമാണെന്ന് കണ്ടെത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.